ഓം ശ്രീ സായിറാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ഭാഗവത വാഹിനി, അധ്യായം 34, കൃഷ്ണാവതാരം. ഈ പ്രാർത്ഥന കേട്ട് ശ്രീ ശുകൻ പറഞ്ഞു, രാജൻ, താങ്കൾ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണന്റെ ലീലകൾ അത്ഭുതകരങ്ങളും മധുരിമ കലർന്നവയും അർത്ഥസമ്പൂർണങ്ങളുമാണ്. ദിവ്യപ്രകൃതിയെ പ്രദർശിപ്പിക്കാനുള്ള ആഗ്രഹത്തിൽ അത് കളങ്കിതമാകുന്നില്ല. സാമാന്യ ജനങ്ങളെ ആകർഷിക്കുന്നത് ബാഹ്യാഡംബരങ്ങളും പരസ്യമായി അറിയപ്പെടുന്ന ഉദ്ദേശ്യങ്ങളുമാണ്. അതിനാൽ അവർ ലീലകൾ സർവ്വസാധാരണമെന്നും നിലവാരം താഴ്ന്നവയാണെന്നും ചിന്തിക്കുന്നു. അന്തസാരമോ ഉദ്ദേശമോ അറിയാൻ എല്ലാവർക്കും കഴിയുന്നില്ല. എന്നാൽ ഭഗവാന് ഉദ്ദേശശൂന്യങ്ങളും നിസ്സാരങ്ങളുമായ ലീലകളിൽ ഏർപ്പെടാൻ കഴിയുമോ? അവതാരത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾ അക്രമം, അധർമ്മം ഇവയുടെ ചെളിക്കുണ്ടിൽ നിന്നും ഭൂമിയെ ഉദ്ധരിക്കുക, ഭഗവാനോടുള്ള ഭക്തിയുള്ളവരുടെ അപേക്ഷകൾ നിറവേറ്റിക്കൊടുക്കുക, ധർമ്മം പുനഃസ്ഥാപിക്കുക, വേദങ്ങളെ ഉദ്ധരിക്കുക ഇവയാണ്. ഓരോരുത്തരും അതീത ജന്മങ്ങളിൽ ആർജിച്ച പുണ്യപാപങ്ങളെ ഗണിച്ച് ഭഗവാൻ അവരിൽ കൃപാവർഷം ചൊരിയുന്നു. അതിനാൽ ഈ ലീലകളുടെ രഹസ്യം ശരിക്കും അറിയുവാനും കുറ്റമറ്റു വ്യാഖ്യാനിക്കുവാനും ആർക്കാണ് കഴിയുക? ഹരിയുടെ അത്ഭുത ലീലകൾ ഹരിക്കു മാത്രമേ അറിയാവൂ. വ്യാഖ്യാനം നൽകാനും ഹരി വേണം. എങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അവതാര പുരുഷന്മാർ വെറുതെ കാണിക്കാനായിട്ടോ ഇഷ്ടാനിഷ്ടങ്ങൾ നടത്താനായിട്ടോ ചമൽക്കാരങ്ങൾ നടത്തുകയില്ല. എല്ലാ കർമ്മങ്ങളും ലോക നന്മയ്ക്കായിട്ടാണ്. അവതാരങ്ങളില്ലെങ്കിൽ പ്രപഞ്ചത്തിന് തന്നെ നിലനിൽപ്പ് ഇല്ലാതാവും. തങ്ങൾക്ക് പ്രപഞ്ചവുമായി ഒരു ബന്ധവുമില്ല എന്ന മാതിരിയാണ് അവരുടെ ചെയ്തികൾ. അവരുടെ ഓരോ വാക്കിലും കർമ്മത്തിലും പൂർണ്ണമായ വൈരാഗ്യം ദർശിക്കുവാൻ കഴിയും. അഖില പ്രപഞ്ചവും സ്വന്തം ഉള്ളം കൈയിലുള്ള അവർക്ക് എന്തെങ്കിലും നൽകുവാനോ നിഷേധിക്കുവാനോ ലോകത്തിന് കഴിയുമോ? അവർക്ക് പ്രപഞ്ചത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമല്ലോ. വിഡ്ഢികൾ, അവിശ്വാസികൾ, നാസ്തികർ, അജ്ഞാനഗർത്തത്തിൽ ആണ്ടുഴലുന്നവർ, ഒന്നും പഠിക്കുവാൻ കഴിയാത്തവർ, ഇവരെല്ലാം ഭഗവാന്റെ ലീലകളിൽ സ്വാർത്ഥോദ്ദേശം കാണുന്നു. ജനസാമാന്യത്തിനുള്ളതുപോലത്തെ വ്യാമോഹം കൊണ്ടാണ് അവ നടത്തുന്നതെന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥ ഭക്തന്മാർ അവ അർത്ഥവത്താണെന്ന് കരുതി വിലമതിക്കുന്നു. കാരുണ്യത്തിൻ്റെ നിദർശനങ്ങളാകുന്നു. മുഴുകിയിരിക്കുന്നവർ തതിനെ എങ്ങനെ മനസ്സിലാക്കും? രാജൻ, കോസലാധിപനായ ശ്രീരാമൻ്റെ ശ്രീകൃഷ്ണൻ്റെയും കർമ്മങ്ങൾ വിഭിന്നങ്ങളാണെന്ന് താങ്കൾ ധരിക്കണം. ധാർമ്മിക ജീവിതം നയിക്കുന്നത് കണ്ട് പൊറുക്കുവാൻ വയ്യാത്ത ദുർജനങ്ങൾ നന്മയെ കീഴടക്കാൻ ഒരുമ്പെട്ടുമ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും അവതരിച്ചു. ഒരു പൈതൽ തൂവെണ്മയാർന്നവനും മറ്റവൻ കാർവർണ്ണനും. അവരോ മനുഷ്യൻ്റെ ഗ്രാഹ്യശക്തിക്ക് അതീതമായ തങ്ങളുടെ ദിവ്യലീലകളാൽ ലോകരെ അത്ഭുത പരതന്ത്രരാക്കി. ശ്രീകൃഷ്ണൻ്റെ ലീലകൾ മുഴുവനും ഗ്രഹിക്കാൻ ഒരാളാലും സാധ്യമല്ല. അയാൾ പണ്ഡിതനായിക്കൊള്ളട്ടെ, അതിബുദ്ധിയുള്ളവനായിക്കൊള്ളട്ടെ. ബാലൻ്റെ ചലനം, നടത്തം, സംസാരം, പുഞ്ചിരി, പൊട്ടിച്ചിരി, ആംഗ്യങ്ങൾ ഓരോന്നും അനുപമം കലാചാരുതയാൽ മോഹിപ്പിക്കുന്നതത്രേ. ഒരു ചണ്ഡമാരുതൻ ആഞ്ഞടിച്ച് കടന്നുപോയ പ്രദേശത്തിലെന്ന പോലെ പോയിടത്തെല്ലാം ബാലഗോപാലൻ പല കുസൃതികളും ചെയ്യും. അവൻ വന്നുപോയ വീടുകളിലെല്ലാം ബഹളവും വിലാപവും അശ്രുധാര ഇവയുണ്ടാകും. ആ കുസൃതി കുടുക്കയെ ആരും സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഒരു മുന്നറിയിപ്പും കൂടാതെ ക്ഷണിക്കപ്പെടാതെ തന്നെ അവൻ കടന്നു വരും. ഓരോ വീടും അവൻ്റെയാണ്. അവൻ വരും, ആവശ്യമുള്ളതെടുക്കും. നിങ്ങൾ എവിടെ ഒളിപ്പിച്ചു വെച്ചാലും വേണ്ടില്ല. എന്നിട്ടോ മതിവരുവോളം കഴിക്കും. ആ കൊച്ചുകുട്ടി ഏവരുടെയും പ്രിയ ബന്ധുവാണ്. അതിനാൽ ഏതു വീട്ടിൽ നിന്നും അധികാരത്തോടെ അവൻ എന്തുമെടുക്കാം. എന്നാൽ അതുകൊണ്ടൊന്നും അവൻ തൃപ്തി തന്നെ ആവുകയില്ല. ആവശ്യമുള്ളൊരധികം എടുത്ത് ചങ്ങാതിപ്പിള്ളേർക്ക് വാരിക്കോരി കൊടുക്കും. അവരാണെങ്കിലോ എണ്ണത്തിൽ ഒരുപാടും. വസ്തുക്കളുടെ ഉടമകൾ നഷ്ടങ്ങൾ ഓർത്ത് വിലപിക്കും. നിരന്തര ഘോരസച്ചോരണത്തെപ്പറ്റി ആവലാതി പറയും. പക്ഷേ അവനുണ്ടോ കൂസുന്നു. അവ തൻ്റേതാണെന്ന ഭാവത്തോടെയാണ് വാരി വാരി കൊടുക്കുക. അവൻ്റെ കളികളെ ആർക്കും തടയാൻ പറ്റില്ല. വാക്കിനെ അവഗണിച്ച് നടക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവനുണ്ടാകുന്ന ദുരിതങ്ങൾ ദുരൂഹങ്ങളാണ്. പക്ഷേ സത്യം പറയണമല്ലോ, അവൻ്റെ നിസ്സാരമായ ചേഷ്ടകൾ പോലും മാധുര്യ സമ്മിളിതമാണ്.
ശിക്ഷ എന്ന പോലെ ബാലൻ വരുത്തിവെച്ച വിനകളും മധുരങ്ങളാണ്. അതിനാൽ ആർക്കും ആ കുട്ടനോട് ദേഷ്യമില്ല. അതിനു പകരം അവനെ കുടുകൂടെ കാണണം എന്ന ആഗ്രഹം, അവൻ്റെ കൂടെ വളരെ നേരം വിളയാടണം എന്ന ആശ, അവനോട് സംസാരിക്കാൻ, അവൻ്റെ കൂടെ അധികം സമയം ചെലവഴിക്കാൻ, ഇതിനൊക്കെ ഉത്കടവാഞ്ച. ആ കുട്ടിയുടെ കുസൃതികളും നർമ്മങ്ങളും എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അവനോട് ആർക്കും മുഷിച്ചിലൊന്നും തോന്നിയില്ല. അവൻ്റെ വാക്കുകളെയും പ്രവൃത്തികളെയും പ്രചോദിപ്പിച്ചുകൊണ്ട് അന്തർധാരയായി നിലനിൽക്കുന്ന പ്രേമമായിരുന്നു അതിന് കാരണം. ഗോപിമാർ വടിയെടുത്ത് അടിക്കാൻ ഓടിക്കും എങ്കിലും അരികത്തണയുമ്പോൾ അവനെ അടുത്ത് ദർശിക്കുവാൻ അവരുടെ ഹൃദയങ്ങൾ പ്രേമവാത്സല്യങ്ങൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകും. എന്നിട്ട് അവൻ ഒരു പ്രാർത്ഥനയോടുകൂടി തിരികെ പോകും. പൊന്നുമകൻ ചെയ്തതെല്ലാം ദിവ്യലീലയായി അവർക്ക് തോന്നി. ആ ഓമന കുഞ്ഞിൻ്റെ സംഭാഷണമോ, അത് എത്ര സന്തോഷദായകം, എത്ര സമർത്ഥം! അതൊക്കെ മിക്കപ്പോഴും തെറ്റിദ്ധരിക്കാനാണ്. അവൻ ചങ്ങാതികൾ കാണുകെ മണ്ണുവാരി തിന്നു. പക്ഷേ അമ്മ ശിക്ഷിക്കാൻ എടുത്തപ്പോൾ താൻ അക്കാര്യം ചെയ്തില്ല എന്ന് പറഞ്ഞ് വായ കാട്ടിക്കൊടുത്തു. സത്യവചനങ്ങൾ അവൻ അസത്യങ്ങളാക്കി, അസത്യങ്ങൾ സത്യങ്ങളും. ആ കുമാരൻ നിത്യവും രാധ പാർത്തിരുന്ന വൃഷഭേന്ദ്രപുരത്ത് പോകുന്നതും വരുന്നതും പലരും കണ്ടു. എന്നാൽ എന്തിനാണ് നീ ഇത്രയും ദൂരം നിത്യേന നടക്കുന്നത്? കൂടെ കളിക്കാൻ നിനക്കിവിടെ തന്നെ വേണ്ടത്ര ചങ്ങാതികളല്ലേ എന്ന അമ്മയുടെ ചോദ്യത്തിനുള്ള അവൻ്റെ മറുപടി, എനിക്ക് ആ വഴി തന്നെ അറിയുകയില്ല എന്നായിരുന്നു. അവൻ എല്ലാ ഗൃഹങ്ങളിലും പരിഭ്രമമുണ്ടാക്കി. അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പിണക്കമുണ്ടാക്കി, പരസ്പരം കലഹിപ്പിച്ചു. എന്നിട്ട് ആ തമാശ കണ്ട് രസിച്ചു. ഒരു സ്ഥലത്തും അവൻ സ്വസ്ഥമായിരിക്കില്ല. പുലർകാലത്ത് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതു മുതൽ കിടക്കനായി വീണ്ടും മടങ്ങുന്നത് വരെ അങ്ങനെ കുസൃതി കുടിക്കയായ ആ ബാലൻ വിശ്രമമില്ലാതെ വീടുകൾ തോറും കറങ്ങി നടക്കുമായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഗോകുലവാസികൾക്ക് ആ കുട്ടിയുടെ വേർപാട് ഒരു നിമിഷം പോലും സഹിക്കാൻ വയ്യായിരുന്നു. ഏതെങ്കിലും ഒരു ദിവസം ആ ശ്യാമള ബാലനെ കണ്ടില്ലെങ്കിൽ അവൻ വരുന്നതുവരെ ഗോപിമാർ കാത്തിരിക്കും. അവൻ വരുന്നുണ്ടോ എന്ന് ജാലകങ്ങളിൽ കൂടി എത്തി നോക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ മേടയിൽ കയറി ദൂരേക്ക് കണ്ണും നട്ടിരിക്കും. ബാലകൃഷ്ണൻ അവരിൽ ചൊരിഞ്ഞതും അവർക്ക് തിരിച്ചുണ്ടായിരുന്നതുമായ ദിവ്യപ്രേമം അത്രമാത്രം മനോജ്ഞമായിരുന്നു. അവൻ്റെ കൊച്ചു കുസൃതികൾ ഹൃദയകാരികളായിരുന്നു. അവൻ അർത്ഥപൂർണങ്ങളും ആവേശം പകരുന്നവയും ആയിരുന്നു. ആ നീലബാലൻ കപടനാട്യാചാര്യനായിരുന്നു. കൗശലങ്ങളുടെ കലവറയും. എത്ര ഗോപ്യമായി വച്ചാലും അവരുടെ സൂത്രവേലകളുടെ രഹസ്യം അവൻ മനസ്സിലാക്കിയിരുന്നു. പൂതനെ എന്ന രാക്ഷസി അമ്മയെന്ന നാട്യത്തിൽ അവൻ്റെ അരികെ വന്ന് അവന് സ്തന്യം കൊടുക്കുവാൻ നോക്കിയല്ലോ. ഗോപാലൻ താൻ കുടുങ്ങി എന്ന് നടിച്ചു. എന്നിട്ടോ അവളുടെ പ്രാണനെ തന്നെ വലിച്ചു കുടിച്ച് അവളെ നിലത്ത് വീഴ്ത്തി. പല അസുരന്മാരും ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു. ചിലർ ഇടയന്മാരുടെയും ഗോപികമാരുടെയും വേഷം ധരിച്ചു വന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ അവരുടെ വാസ്തവം മനസ്സിലാക്കി. അവരെ മൃത്യുനഗരിയിലേക്ക് അയച്ചു. ഒരു അസുരൻ പൈക്കിടാവിൻ്റെ രൂപത്തിൽ വന്നു. എന്നിട്ട് പശുക്കളുടെയും പൈക്കിടാങ്ങളുടെയും ഇടയിൽ അലഞ്ഞു നടന്നു. അവൻ അപ്പോഴൊക്കെ ബാലഗോപാലിനെ വധിക്കുവാൻ അവസരം പാർത്തിരിക്കുകയായിരുന്നു. പക്ഷേ കേവലം 3 വർഷം മാത്രം പ്രായം ചെന്ന ആ ദിവ്യബാലൻ ആ ദുഷ്ടൻ്റെ ഉള്ളുകള്ളി അറിഞ്ഞു. അതിൻ്റെ വാലിൽ ബലമായി പിടിച്ചുയർത്തി. ഒരു പ്രാവശ്യം വട്ടം കറക്കി നിലത്തടിച്ചു. അവൻ തൽക്ഷണം അന്ത്യശ്വാസം വലിച്ചു. ആ ഇളം പൈതലിൻ്റെ ദേഹവലിപ്പവും ഈ പരാക്രമങ്ങളും തമ്മിൽ ഒരു തരത്തിലും പൊരുത്തപ്പെടുകയില്ല. പക്ഷേ അവൻ സ്വന്തം ദിവ്യതയെ 1 കോടിയിലധികം തവണ പ്രദർശിപ്പിച്ചു. മനുഷ്യരെ ബോധ്യപ്പെടുത്തുവാനും അവരിൽ പരിവർത്തനം വരുത്തുവാനും വേണ്ടിയായിരുന്നു അത്. പ്രായം ചെന്നവരെയും സ്ത്രീകളെയും വഞ്ചകരെയും ജ്ഞാതികളെയും ഗുണകാംക്ഷികളെയും വകഭേദമില്ലാതെ പഠിപ്പിച്ചു. സന്മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുക എന്ന് ഉപദേശിച്ചു. ഇവരെ ഊരാക്കുടുക്കിൽ അകപ്പെടുത്തി മനസ്സിനെ വലച്ചു. അവൻ്റെ മാതുലനായ കംസന് രാജാതിരാജൻ എന്ന നിലയ്ക്കുള്ള പ്രതാപം കൊണ്ട് അതിരുകടന്ന ധൈര്യവും ഗർവവും ഉണ്ടായിരുന്നു. ബാലഗോപാലൻ ആ ഗർവിഷ്ഠനെ സിംഹാസനത്തിൽ നിന്നും തലമുടി പിടിച്ചു വലിച്ച് താഴെയിട്ട് മുഷ്ടി കൊണ്ട് അടിച്ചു കൊന്ന് മൃതദേഹം പ്രധാന നഗരവീഥികളിലൂടെ യമുനാ തീരം വരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. മധുരാവാസികൾ ഇതെല്ലാം കണ്ട് ആശ്ചര്യചകിതരായി. പൈതലായിരിക്കുമ്പോൾ തന്നെ ഗോകുലകൃഷ്ണൻ പൂതന
തൃണവർത്തനൻ, ശകടാസുരൻ എന്നിവരുടെ ജീവനൊടുക്കി. അക്കാലത്ത് അവൻ ഗോപഗൃഹങ്ങളിൽ വെണ്ണ തേടിപ്പോകുന്ന നവനീതച്ചോരനായിരുന്നു. മാതാവായ യശോദ കുഞ്ഞിനെ ഒരു ഉരലിൽ പിടിച്ചുകെട്ടി. ആ കുട്ടി അതിനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അടുത്തടുത്ത് വളർന്നു നിന്നിരുന്ന 2 പടുകൂറ്റൻ വൃക്ഷങ്ങളുടെ ഇടയിലിട്ട് വലിച്ച് അവയെ നിലം പതിപ്പിച്ചു. യമുനാ നദിയിലെ ജലത്തെ വിഷലിപ്തമാക്കി. മനുഷ്യർക്ക് പശ്യമൃഗാദികളും മാരണങ്ങളും വരുത്തിയിരുന്ന കാളിയ സർപ്പത്തിൻ്റെ ഗർവ് കാൽ കൊണ്ട് മതിച്ച് നശിപ്പിച്ചു. അമ്മ അവൻ്റെ അരക്കെട്ടിൽ ഒരു കയറ് ചുറ്റിക്കെട്ടുവാൻ മുതിർന്നപ്പോൾ അവൻ തൻ്റെ വിശ്വരൂപം കാണിച്ചു. അഖില ബ്രഹ്മാണ്ടവും അവൻ്റെ ഒരു അംശമല്ലേ. ഗോകുലത്തിൻ്റെ മാതാപിതാക്കന്മാരും ഗോപന്മാരും അവൻ്റെ ദിവ്യ പ്രകൃതി കണ്ട് അത്ഭുത സ്തബ്ധരായി. വായ തുറന്ന് അതിനുള്ളിൽ അവൻ അവർക്ക് പരമാണുവിനെയും പരബ്രഹ്മത്തെയും കാണിച്ചു കൊടുത്തു. ഉണ്ണി തൻ്റെ സഹാക്കളായ ഗോപാലന്മാർക്ക് കഷ്ടനഷ്ടങ്ങളില്ലാത്ത സ്വർഗ സാമ്രാജ്യം വൈകുണ്ഠം കാണിച്ചു കൊടുത്തു. അവർ നന്ദഗോപുരോട് ഉപദേശിച്ച് ഇന്ദ്രപൂജ തടഞ്ഞു. പകരം ഗോവർദ്ധന പർവ്വത പൂജ നടത്തുവാൻ ആദേശം നൽകി. തന്നെ അവഗണിച്ചതിൽ കുപിതനായ ഇന്ദ്രൻ പ്രളയകാല തുല്യ വർഷം ചൊരിഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ ഗോവർദ്ധനത്തെ ഉയർത്തി ചെറുവിരലിൽ നിർത്തി. ഗോപന്മാരോടും അതിനടിയിൽ രക്ഷ പ്രാപിക്കാൻ നിർദ്ദേശിച്ചു. ഗോപന്മാരെ ഉണ്ണി തൻ്റെ തമാശകളാലും മുരളീകളഗാനത്താലും അമിതാനന്ദ നിലയിലേക്ക് ഉയർത്തി. ഈ പ്രവൃത്തിയെ താഴ്ന്ന നിലയിലുള്ള ഇന്ദ്രിയ സുഖാനുഭവമായി കാണുന്നത് പരമവിഡ്ഢിത്തത്തിൻ്റെ ലക്ഷണമാണ്. ഉണ്ണികൃഷ്ണൻ തന്നെപ്പോലെ ഓരോ ഉണ്ണികളെ സൃഷ്ടിച്ചു. ഓരോ ഗോപികയ്ക്കും ജോഡിയായി ചേർത്ത് നിലാവിൽ നൃത്തം ചെയ്ത് രാസക്രീഡയെ സദാചാര വിരുദ്ധമെന്ന് നീച മനസ്ഥിതിയുള്ളവരാണ് പറയുക. ആ ഒരു നിഗമനത്തിന് അടിസ്ഥാനമേയില്ല. ആ ചമൽക്കാരം നടന്നപ്പോൾ കൃഷ്ണന് പ്രായം 5 or 6 വയസ്സു മാത്രം. അതിനാൽ അത് വിഷയലമ്പടത്വമാണെന്ന് എങ്ങനെ വ്യാഖ്യാനിക്കാനാകും? ഭഗവാന് രാഗദോഷ്യങ്ങളില്ലല്ലോ. രാസക്രീഡയുടെ ഉദ്ദേശം ഗോപികൾ സമർപ്പണത്തിൻ്റെയും ദൈവകാരുണ്യം ലഭിക്കത്തക്കവണ്ണമുള്ള ഭക്തി പാരമ്യത്തിൻ്റെയും ഉത്തമ മാതൃകകളാണെന്ന് കാണിക്കുക എന്നതായിരുന്നു. അവർ പുണ്യകർമ്മങ്ങൾ ചെയ്ത് ഭഗവത് കൃപയ്ക്ക് പാത്രങ്ങളായിരിക്കുകയായിരുന്നു. അതൊരു വരമോ അനുഗ്രഹമോ തന്നെയായിരുന്നു. അമാനുഷികനായ ഒരാളെ വെറും മനുഷ്യനാണെന്ന് ഗണിക്കുമ്പോൾ കളവും വ്യഭിചാരവും അവനിൽ ആരോപിക്കാം. പക്ഷേ ഒന്നാലോചിക്കുക, ഭഗവാൻ ചെയ്ത കാര്യങ്ങളുടെ ഒരംശം പോലും ആർക്കാണ് ചെയ്യാൻ കഴിയുക? പ്രലംബൻ, ധേനുകൻ, കേശി, ബാണാസുരൻ, അരിഷ്ടൻ, മുഷ്ടികൻ, കുവലയപീഠം, കംസൻ, നരകൻ, പൗണ്ഡ്രകൻ, ദ്വിവിധൻ, ജരാസന്ധൻ, ദന്തവിക്രൻ, ശംഭരൻ, കാംഭോജൻ, കുരു, മത്സ്യൻ, കൈകേയൻ എന്നീ അതിശക്തരായ ദുഷ്ടരുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അവൻ ലോകത്തെ രക്ഷിച്ചു. ഇതെല്ലാം ഒരു വെറു മനുഷ്യനെ കൊണ്ട് സാധ്യമാകും എന്ന് കരുതുന്നുണ്ടോ? ഈ അനന്യസാധാരണമായ അവതാരത്തിൻ്റെ ഓരോ കർമ്മവും ഒരത്ഭുത ചമൽക്കാരമാണ്. കോപമുണ്ടായിട്ടും ഭഗവാന് തന്നെ കരകവിഞ്ഞൊഴുകുന്ന പ്രേമപ്രവാഹത്തെ തടയുവാൻ കഴിഞ്ഞില്ല. സ്നേഹത്താൽ ഭഗവാന്റെ കരുണ കുത്തിയൊലിച്ചൊഴുകി. ഭഗവാന്റെ ദർശന സ്പർശന സംഭാഷണങ്ങൾ കൊണ്ട് ഒരുവന് മോക്ഷം നേടാൻ കഴിയും. അവയുടെ വെറും സ്മരണ കൊണ്ടു മാത്രം ഒരാൾക്ക് അമൃതത്വം ലഭിക്കും. ഭഗവാന്റെ ഏതൊരു ഗോപസമൂഹങ്ങളിൽ വളർന്നുവോ അവർ അവൻ്റെ ചേഷ്ടകൾ കൊണ്ടും ലീലകൾ സ്മരിച്ചും അമിതാനന്ദം അനുഭവിച്ചു. രാജൻ, ഭാഗവതം എന്നത് മധുര, വൃന്ദാവനം, ഗോകുലം, യമുനാതടം, നന്ദഗോപൻ, യശോദ, വസുദേവൻ, ദേവകി എന്നിവയുടെ പശ്ചാത്തലത്തിലുള്ള ഭഗവത് കഥാഖ്യാനം മാത്രമല്ല, അതിൽ ഭഗവാൻ എല്ലാ അവതാരങ്ങളുടെയും കഥയുണ്ട്. എല്ലാ അവതാരങ്ങളും ഗോലോകം അഥവാ വൈകുണ്ഠത്തിൽ നിന്നാഗതനായ ആ ഗോപാലൻ്റെ, കൃഷ്ണൻ്റെ പ്രകടനങ്ങളാണ്. ഓരോന്നിൻ്റെയും കഥ ആ മഹാശക്തിയിൽ നിന്നുദിച്ച് അതിൽ തന്നെ ലയിക്കുന്ന വാസുദേവൻ്റെ കഥ തന്നെ. ആ ദിവ്യശക്തിയാണ് സർവ്വ അവതാരങ്ങളെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആധാരം. ശുഗമുനിയുടെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു. അദ്ദേഹം കൃഷ്ണാവതാരത്തിൻ്റെ മാധുര്യം നുകർന്നുകൊണ്ട് ധ്യാനത്തിലുണ്ടു.
അദ്ദേഹത്തിൻ്റെ അധരങ്ങളിൽ മനോഹരമായ പുഞ്ചിരി വിടർന്നിരുന്നു. ആ മഹാമുനിയിലുണ്ടായ അതിയായ ആനന്ദം കണ്ട് പരീക്ഷിത്ത് ആശ്ചര്യപ്പെട്ടു. വിഭുവിൻ്റെ ആഹ്ലാദം ജനിപ്പിക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധിക്കുവാൻ പരീക്ഷിത്തും ഉത്സാഹത്താൽ അക്ഷമനായി. ശുഗമുനി പുനരാരംഭിച്ചപ്പോൾ പരീക്ഷിത്തും പരിസരബോധം മറന്ന നിലയിലായി. ചില സംഭവങ്ങൾ ഇപ്രകാരം നടന്നിരിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കുവാൻ സാധിക്കാത്തതിനാൽ അദ്ദേഹം അത്ഭുത സ്തബ്ധനായി. തൻ്റെ ഈ അസ്ഥിര മനോഭാവത്തിലേക്ക് കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിന് സഹിക്കാനാവാത്ത ഹൃദയവേദന ഉളവാക്കി. അതിനാൽ തന്നെ അലട്ടുന്ന ഈ പ്രശ്നം അദ്ദേഹം മുനിസമക്ഷം സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലൂടെ പരീക്ഷത്തിന് മനഃശാന്തി ലഭിച്ചു. ഇപ്രകാരം ശ്രവണം നടത്തിവരവേ ഒരവസരത്തിൽ രാജാവിന് ഗൗരവതരമായ ഒരു സംശയമുണ്ടായി. ഗോപികമാരുടെ ഭക്തിയെ സംബന്ധിച്ചായിരുന്നു അത്. അദ്ദേഹം സ്വയം വിചിന്തനം നടത്തി അതിന് പരിഹാരം കണ്ടെത്തിയെങ്കിലും സംശയം അകന്നില്ല. മുനി അത് വെറും ബാലിശമായ സംശയമായി കരുതുമോ എന്ന് ശങ്കിച്ച് മുനിയോട് അത് ചോദിക്കുവാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായില്ല. ഈ സംശയത്തിൽ വീർപ്പുമുട്ടി അദ്ദേഹം ഭ്രാന്തചിത്തനായി. എന്നാൽ മുനിക്ക് വ്യക്തമായി ഇതറിയാൻ കഴിഞ്ഞു. അതിനാൽ അദ്ദേഹം മന്ദഹാസവദനായി ഇപ്രകാരം പറഞ്ഞു: ഏതോ ഭ്രാന്തമായ ആശയം അങ്ങയെ സംഭ്രമിപ്പിക്കുന്നു എന്നത് വ്യക്തമാണ്. എന്തെങ്കിലും സംശയങ്ങൾ പതഞ്ഞുയരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അറിയുവാനുള്ള അഭിവാഞ്ച അങ്ങേ അലട്ടുന്നുണ്ടെങ്കിൽ എന്നോടത് ചോദിക്കുവാൻ മടിക്കേണ്ട. ഞാൻ സംശയ നിവാരണം വരുത്തിത്തരാം. ദാഹം ശമിപ്പിക്കാം. മനസ്സിന് സംതൃപ്തിയും സന്തോഷവും ഉറപ്പാക്കാം. മുനി ഇപ്രകാരം വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകിയപ്പോൾ രാജാവ് സംശയവും ചോദിച്ചു തുടങ്ങി: ഗുരു, അങ്ങയ്ക്ക് ഭൂതഭാവി വർത്തമാനങ്ങൾ അറിയാം. എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സംശയത്തിന് അറുതി വരുത്താനുള്ള വീക്ഷണവും കഴിവും അങ്ങയ്ക്കുണ്ട്. അതിനാൽ ദയവായി എന്നെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ സംശയങ്ങൾ കേട്ട് അതിനുത്തരം നൽകിയാലും ഈ സംശയം മനസ്സിൽ കടക്കുന്നതിനു മുമ്പ് എനിക്കുണ്ടായിരുന്ന മനഃശാന്തി പുനഃസ്ഥാപിച്ചാലും. രാജാവ് മുനിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: പ്രഭു, വൃന്ദാവനത്തിൽ ഗോപികമാരോടൊത്ത് ശ്രീകൃഷ്ണൻ നടത്തിയ രാസക്രീഡയുടെ ലീല സംബന്ധിച്ച് ധാരാളം വർണ്ണനകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവ സാധാരണ മനുഷ്യരുടെ ഇന്ദ്രിയ വിഷയപരമായ നേരം പോക്കായാണ് കാണപ്പെടുന്നത്. അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെ ദിവ്യം എന്ന് വ്യാഖ്യാനിക്കാനാകും? അത് ലോകം അംഗീകരിക്കാത്തതാണോ? വൃന്ദാവനത്തിലെ യമുനാ തീരത്ത് അരങ്ങേറിയ ഇന്ദ്രിയപരവും കാമാർത്ഥവുമായ സംഭവങ്ങൾ കൃഷ്ണന്റെ ദിവ്യപ്രകൃതിയെ കളങ്കപ്പെടുത്തുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഗുണങ്ങളെ അതിവർത്തിക്കുന്നവർ മാത്രമേ മോക്ഷത്തിന് അർഹരാവുകയുള്ളൂ എന്ന് പറയുന്നു. ഗോപികമാർ ഗുണങ്ങളാൽ ബാധിതരും തന്മൂലം ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്നവരുമാണല്ലോ. ഗോപികമാർ മോക്ഷപ്രാപ്തിക്കർഹമാണ് എന്ന് പറയുമ്പോൾ അത് വിസ്മയകരമാണ്, പരിഹാസ്യവുമാണ്. ഏതായാലും ഈ അസന്മാർഗീയ പ്രവർത്തികൾ എന്തെങ്കിലും ആന്തരിക പ്രസക്തി ഉണ്ടെങ്കിൽ, ശ്ലാഘനീയമാണെങ്കിൽ ദയവായി എന്നെ ബോധദീപ്തനാക്കിയാലും. പരീക്ഷിത്ത് പ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ ശുഗമുനി ഹൃദയംഗമായി ചിരിച്ചു. മുനി പറഞ്ഞു: രാജാവേ, നിങ്ങൾ സംശയത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. സ്ഥിതി അതിലും മോശമാണ്. ഭഗവാൻ കൃഷ്ണൻ വിഭു തന്നെ എന്ന് ബോധ്യപ്പെട്ടവർക്ക് സംശയങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ഇത് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യഘട്ടമാണ്. കലിയുഗം ഉടൻ ആരംഭിക്കും. നിന്നിൽ അധർമ്മത്തിൻ്റെതായ യുഗം പ്രവേശിക്കുന്നു. അതാണ് ഇത്തരം ആശയങ്ങൾ ഉടലെടുക്കുവാൻ നിന്നെ പ്രേരിപ്പിച്ചത്. അതല്ലായിരുന്നുവെങ്കിൽ കൃഷ്ണൻ പരമമായ ഈശ്വരൻ തന്നെ എന്ന് നിനക്ക് അചഞ്ചല വിശ്വാസം ഉണ്ടാകുമായിരുന്നു. വിഭുവിൻ്റെ കാലഗതിയിലെ ഓരോ സംഭവങ്ങളും നിന്റെ ഹൃദയത്തിൽ ദിവ്യ ജ്യോതിയായി വിളങ്ങുന്നു. വിഭുവിൻ്റെ നാമം ഓർക്കുന്ന ക്ഷണത്തിൽ തന്നെ നിന്റെ ചിന്തകൾ വിഭുവായി ലയിക്കുകയും മനസ്സ് ആനന്ദത്തിൽ ആറാടുകയും ചെയ്യുന്നു. അതിനാൽ ഇത്തരം സംശയങ്ങൾ നിന്നിൽ നിന്നും ഉദിക്കേണ്ടവയല്ല. ഈ സംശയങ്ങളാൽ നീ നിന്റെ വ്യക്തിത്വത്തെ മലീമസമാക്കിയിരിക്കുകയാണ്. ഞാനിത് ഏതു തരത്തിൽപ്പെട്ട വ്യക്തിയാണെന്ന് മനസ്സിലാക്കൂ. ഗുണങ്ങളാൽ സംഭൂതമായ പ്രവൃത്തികൾക്ക് എൻ്റെ ഹൃദയത്തിൽ സ്ഥാനമല്ല. കൃഷ്ണൻ ഗോപികളോടൊത്ത് ആടിയ ദിവ്യ കേളികളെക്കുറിച്ച് സ്മരിക്കുമ്പോൾ എന്നെപ്പോലുള്ള ഒരുവൻ എത്ര ആനന്ദഭരിതനാകുന്നു എന്ന് ചിന്തിക്കൂ. അമൂല്യമായ സൗഹൃദത്തിനുള്ള
അവസരം ലഭ്യമായ ഗോപികമാരുടെ സൗഭാഗ്യത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കുന്നു എന്ന് പരിഗണിക്കൂ. അവ സാധാരണ നിലയിലുള്ള ഇന്ദ്രിയപരമായ വിനോദമാകുമോ, അതോ ദൈവിക ലഹരിയുടെ യഥാർത്ഥവും ശുദ്ധവുമായ ഉന്മാദത്തിൻ്റെ ആധിക്യമായിരിക്കുമോ? അല്പം ചിന്തിക്കൂ. ഇന്ദ്രിയപരമായ ഉന്മാദവും ദൈവിക ആനന്ദവും അവയുടെ ബാഹ്യപ്രകടനത്തിൽ പരിശീലനം സിദ്ധിക്കാത്ത കണ്ണുകൾക്ക് ഒരുപോലെ തോന്നിക്കും. എന്നാൽ അതീന്ദ്രിയത്വം പ്രഖ്യാപിച്ച് വ്യക്തിബോധവും പ്രപഞ്ചബോധവും ഏകചിന്തയിലും ബോധത്തിലും സംയോജിപ്പിച്ച് ശരീരബോധം നിരാകരിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തികളെ ഭൗതികവും ഇന്ദ്രിയപരവും എന്ന് മറ്റും വ്യാഖ്യാനിക്കുന്നത് മൗഢ്യമാണ്. ഒരു കൊലയാളിയുടെ കയ്യിലെ കത്തി ഏവർക്കും അപകടഭീതി ഉളവാക്കുന്നു. എന്നാൽ ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ കയ്യിലെ കത്തി വേദനയിൽ നിന്നും മുക്തിയേകുന്നു. രണ്ട് കാര്യങ്ങളിലും കൈകളിൽ കത്തിയുണ്ടെങ്കിലും ഫലങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അതുപോലെ ബോധം ശരീര കേന്ദ്രീകൃതമാക്കിയ ഒരുവൻ്റെ പ്രവൃത്തികൾ അപലപിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ആന്തരിക യാഥാർത്ഥ്യത്തിലോ ആത്മാവിലോ അഹം കേന്ദ്രീകരിക്കപ്പെട്ട ഒരുവൻ്റെ പ്രവൃത്തികൾ ശ്ലാഘനീയമാണ്. ഇതൊക്കെ വളരെ അസാധാരണവും പ്രത്യേകതയുള്ളവയായും കാണപ്പെടുന്നു. അവൻ കിഴക്ക് ദിക്കിലേക്ക് നടക്കുമ്പോൾ ശ്രദ്ധ പടിഞ്ഞാറ് ദിക്കിലായിരിക്കും. അവൻ്റെ കണ്ണുകളിലൂടെ സംവദിച്ചിരിക്കുന്നു. അവൻ നേത്രങ്ങളിലെ ഒളി തൻ്റെ പദ്ധതികളും ഉദ്ദേശങ്ങളും വിളിച്ചോതിയിരുന്നു. മനുഷ്യൻ്റെ പരിമിതികളും അച്ചടക്കങ്ങളും അവൻ കാര്യമാക്കിയിരുന്നില്ല. പുതിയതും പഴയതുമായ പരിചയക്കാരെ അവൻ വ്യത്യസ്തരായി കണ്ടിരുന്നില്ല. രണ്ടു തരക്കാരെയും ഒരുപോലെ കരുതിയിരുന്നു. ബന്ധുത്വത്തെ അവൻ ബഹുമാനിച്ചിരുന്നില്ല. ശിഷ്ടാചാരങ്ങൾക്ക് വശംവദനായിരുന്നില്ല. അടുത്തത് കൃഷ്ണാവതാരത്തിൻ്റെ ഗൂഢതത്വം. ആ മധുര സ്വരൂപം ഏറ്റവും മോഹിപ്പിക്കുന്നതായിരുന്നു. മനോഹരമായ രമണീയത, അതുല്യ മാധുര്യവും അനുഭവവുമായ പ്രേമം, കൃഷ്ണസ്വരൂപം ഇവയുടെയെല്ലാം സംഘാതമായിരുന്നു. ആ സ്വരൂപം ആനന്ദത്തിൻ്റെ ഖനിയായിരുന്നു, സദ്ഗുണങ്ങളുടെ സാഗരമായിരുന്നു. എന്തൊരു നൈർമല്യം, എന്തൊരു അമാനുഷിക ശ്രേഷ്ഠത! അവിടുത്തെ ഒരു ദർശനം തന്നെ ധാരാളം. അവിടുത്തെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതും അതേപോലെ തന്നെ. അവിടുത്തെ ഒരു സ്പർശനം മതിയാകും ഒരുവന് തൻ്റെ ജീവിത ലക്ഷ്യം നേടാൻ. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും യജ്ഞങ്ങളും വൈദിക കർമ്മങ്ങളും ഒരേ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ്. ആചാരാനുഷ്ഠാനങ്ങളിലൂടെ ആർജിച്ചിരിക്കുന്ന നേട്ടം അവിടുത്തെ വീക്ഷണം, സ്പർശനം, ശ്രവണം എന്നിവയിലൂടെ ആർജിക്കുന്നതുമായി താരതമ്യം ചെയ്താൽ ശൂന്യമാണ്. എന്തൊരു അളവറ്റ ആനന്ദം! ആ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട്, ആ രമണീയതയെ സ്മരിച്ചുകൊണ്ട് ശുഖമുന്നി ആനന്ദക്കണ്ണീർ ഉതിർത്തു. ആന്തരികാനന്ദത്തിൽ പൂരിതനായ അദ്ദേഹം തൻ്റെ വിവരണം നിർത്തി. തന്നെയും ശ്രോതാക്കളെയും സംബന്ധിച്ച സർവ്വബോധവും നശിച്ചു. രാജാവും ചുറ്റുമുള്ള താപസന്മാരും ശുഖമുനിയുടെ സമാധ്യാവസ്ഥ കണ്ട് ആശ്ചര്യചകിതരായി. അദ്ദേഹത്തിൻ്റെ മുഖത്തിലെ ദിവ്യജ്യോതി സർവരെയും സ്വാധീനിച്ചു. അവരെല്ലാം ശില്പങ്ങളെപ്പോലെ അനങ്ങാതെ നിലകൊണ്ടു. അദ്ദേഹത്തിനൊരു ഉപദ്രവവും ഉണ്ടാകരുതെന്ന് കരുതി അവർ തങ്ങളിലെ ആനന്ദത്തിൽ സ്വയം മുഴുകി. അല്പനേരം കഴിഞ്ഞ് ശുഖമുനി തൻ്റെ കണ്ണുകൾ തുറന്ന് ആശ്ചര്യത്തോടെ പറഞ്ഞു, എത്ര ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമായിരുന്നു അന്ന് ജീവിച്ചിരുന്ന ഗോപികമാരും ഗോപന്മാരും! അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരായി കഴിഞ്ഞപ്പോഴും അദ്ദേഹവുമായി വിനോദത്തിൽ ഏർപ്പെടുമ്പോഴും സംസാരിച്ചപ്പോഴും ഗാനം ആലപിച്ചപ്പോഴും അനുഭവിച്ച ദൈവിക ആനന്ദത്താൽ അവരുടെ ശീലങ്ങൾ എത്രമാത്രം തിളങ്ങിയിരിക്കണം! തങ്ങൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ ലഭ്യമായില്ലല്ലോ എന്നോർത്ത് ഗോപികമാർക്ക് ലഭ്യമായ ഭാഗ്യത്തിൽ ദേവതകൾ പോലും അസൂയാലുക്കളായി. നിരക്ഷരരും സാധാരണക്കാരുമായ ഈ കൂട്ടർക്ക്, അതായത് ഗോപികമാർക്ക്, അനേകം മുൻജന്മങ്ങളിൽ ആർജിച്ച പുണ്യത്തിൻ്റെ ഫലമായി ഈ സൗഭാഗ്യം ലഭ്യമായി. ആ ഗോപന്മാരും സാധാരണ സ്ത്രീകളും പുരുഷന്മാരും ആയിരുന്നില്ല. ആദ്യ നോട്ടത്തിൽ അവർ നിരക്ഷരരായ കൂട്ടരാണെന്ന് തോന്നാം. എന്നാൽ അവർക്ക് തങ്ങളിലെ ഉള്ളിൽ ജ്ഞാനത്തിൻ്റെ വലിയ ഖനി തന്നെ ഉണ്ടായിരുന്നു. അത് ചിലർക്കു മാത്രമേ മനസ്സിലാക്കുവാനും അഭിനന്ദിക്കുവാനും കഴിഞ്ഞുള്ളൂ. അല്ലെങ്കിൽ രുക്മിണിക്കും സത്യഭാമയ്ക്ക് പോലും അനായാസമായി പ്രാപിക്കുവാനാവാത്ത ഭഗവത് അനുഗ്രഹം അവർക്കെങ്ങനെ നേടാനാകും? ഗോപികളും ഗോപന്മാരും ആ രാജാക്കന്മാരെക്കാൾ ഭാഗ്യമുള്ളവരാണെന്ന്
ആ രാജ്ഞിമാരെക്കാൾ ഭാഗ്യമുള്ളവരാണെന്ന് പറയാവുന്നതാണ്. അവരുടെ സൗഭാഗ്യം ഒരു ജന്മത്തിലെയല്ല, 3 മുൻജന്മങ്ങളിലെ സൽക്കർമ്മങ്ങളുടെ പരിണിത ഫലമാണ്. സായിറാം.